ശുദ്ധം 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 എല്ലായിടവും എപ്പോഴും ശുദ്ധമായിരിക്കണം. എല്ലാ നെഗറ്റീവ് എനർജിയും പോട്ടെ. കാരണം കബഡി നോക്കി ഫലം പറയുന്ന തറവാടാ ഇത്. ഇവിടെ എപ്പോഴും മന്ത്രമുഖരിതമായിരിക്കണം. അശുദ്ധമായിട്ടുള്ള വാക്കുകൾ പോലും ഞാനിവിടെ പ്രവേശിപ്പിക്കാറില്ല. ശുദ്ധം ശുദ്ധം. ആരുടെ കൂറയാണോ ഇത്? ആരുടെ കൂറ ഇത്? ഇത് കണ്ടിട്ടാ ശങ്കരന്റെയാ? തെങ്ങേറാൻ വരുന്ന ശങ്കരന്റെ കൂറ തറവാട്ടിനകത്ത് കൊണ്ടുവന്ന് കയറ്റാൻ ഇവരെയൊക്കെ പണിക്ക് വിളിക്കുന്ന എന്നെ വേണം പച്ച കവളമടൽ വെട്ടി അടിക്കാന്. നീ വേണം നാളെ മുതൽ നീ പഠിക്കുവാ. നീ കാണിച്ചു കൊടുക്കാം. ശുദ്ധം ശുദ്ധം. സംസ്കൃത ശ്ലോകമാകാം. ആഹാ. അഷ്ടത്തരോ ബ്രഹ്മകിടാ വക്രത്വമേവം ഇയം ആകാശവാണി സമൃദ്ധി വാർത്താഹ ബലഹിതാനന്ദ സാഗരാ ഇരിയകൃതം ചുമ്മാ സംസ്കൃതം ചൊല്ലി മേലണക്കിലെ ക്രാക്ക് വീഴുന്നല്ലാതെ എനിക്കൊന്നും തോന്നില്ല. 6500 പേജ്. ഇത് ആരെ കൊണ്ട് പറ്റും ചുമ്മാ നാക്കിലെ വെള്ളം പറ്റിക്കാനായിട്ട്? എന്നെ കാണിച്ചു തരാടി ഞാൻ. നീ നിന്റെ വീട്ടുകാരോടെ കൂടി എന്നെ അങ്ങ് നശിപ്പിക്കാന്ന് വിചാരിച്ചു. അത് നടക്കുന്നത്. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാടി. നിന്നെ ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. തലേ തുളസിത്തറയുള്ള അമ്മച്ചി കൊട്ടേഷൻ കൊണ്ട് വന്നതല്ലേ ഞാനങ്ങ് പടിഞ്ഞാറുന്ന് വരുവാ. ഞാൻ ഒരുപാട് കറങ്ങി 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 ഇവിടെ വരെ വന്നത്. അറബിക്കടലിൽ നിന്ന ന്യൂനമർദ്ദമല്ല. പിന്നെ ഞാനങ്ങ് ആലപ്പുഴയിൽ നിന്ന് വരുവായിരുന്നു. ആലപ്പുഴയല്ലേ? ചേർത്തല. അതെ, ചോദിക്കാതെയും പറയാതെയും ഒരാൾക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. പൂമുഖം കിടക്കുമ്പോ ശ്രദ്ധിക്കണം. അമ്മച്ചിയുടെ പേരെന്തുവാ? ഭഗീരഥി. എന്നാ പൂമുഖത്ത് ഒരു ബോർഡ് എഴുതി വെക്ക. എന്താ ബോർഡ്? ഭഗീരഥി കൊണ്ട് കടിക്കുവെന്ന്. അതാണോ പറഞ്ഞത്? മച്ചിൽ ചാത്തന്മാര് കുടികൊള്ളുന്ന തറവാടാ ഇത്. ആണോ? അതെ. ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് മച്ചി കയറി ചാത്തനടിച്ചിട്ട് എന്തിനാ കുടികൊള്ളുന്ന അമ്മരല്ലാണ്ട് അവിടെ കുടികൊള്ളുന്നല്ല പറഞ്ഞത്. മച്ചിൽ ചാത്തന്മാര് കുടികൊള്ളുന്ന തറവാടാ ഇത്. അതെന്താ ചെറുതാ പറയുന്നേ? ചാത്തൻ കേക്കും. അമ്മച്ചി ഞാൻ പോകുന്നതിന് എന്നെ ചാത്തനെന്ന് കാണിക്കാമോ? അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ പൂട്ടിയേക്കുവാ. ഇതുവരെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. അപ്പൊ കള്ളമല്ലേ കാണിക്കുന്നത്? കാണാത്ത കാര്യം പറഞ്ഞു കള്ളം പറഞ്ഞു പിടിപ്പിക്കും. പഴമക്കാര് പഴം. അല്ല, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാനേ ജോത്സ്യനെ എന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. ഓ, എന്റെ മകൻ ദത്തൻ. അദ്ദേഹത്തെ എന്നിട്ട് വിളിക്കാൻ വെച്ചേ. അയ്യോ, കാണാൻ പറ്റത്തില്ല. എന്താ? അവൻ അകത്ത് വലിയ പൂജാല. പൂജക്ക് എന്തായിരുന്നു കറി? അതെന്തുവാ? അല്ലേ ഏമ്പക്കം വിടുന്നു. അകത്തിരുന്ന് ജപിക്കുവാന്നോ? ഞങ്ങളൊക്കെ ചവയ്ക്കുമ്പോഴാ ഏമ്പക്കം വരുന്നത്. അദ്ദേഹത്തിനോട് വന്നിട്ട് പറഞ്ഞിട്ട് കബഡി നിരത്തിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ. ഓ, അപ്പൊ കബഡി നിരത്തി പ്രശ്നപരിഹാരത്തിന് വന്നതാ. സൂര്യനെ ഒന്ന് നോക്കിക്കേ. തളയ്ക്കുന്നിട്ട് കണ്ണങ്ങ് പോയ കണ്ടോ? അർദ്ധചക്രത്തിൽ നിൽക്കുവാണ് സൂര്യൻ. വിരലിന്റെ ഇടയ്ക്കോട്ടെ നോക്കിട്ട് വെച്ച് കീച്ചു പോവാ. അത് പൂർണ്ണതയിൽ എത്തുമ്പോ മാത്രമേ കബഡി നിരത്താവൂ. എന്താ കബഡി വെലുത്തിട്ട് ഉണക്കാൻ വേണ്ടിയായിരുന്നു. അതിന് അതിൻ്റെതായ സമയമുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്രകാരം അങ്ങോട്ട് കബഡി നിരത്താൻ പറ്റത്തൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കബഡി കള്ളം പറയും. നിങ്ങളത്രയും കള്ളമൊന്നും കബഡി പറയത്തില്ലേ? എന്തോ ചെയ്യാനാ? അല്ലേലും തറവാന്റെ മുകളിൽ കൂടെ രാവിലെ കാക്ക പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മിറ്റത്ത് ഒരാൾ വരുമെന്ന്. എന്നെ കാക്ക കുത്തി കൊണ്ടിട്ടല്ല. ഞാൻ ആലപ്പുഴ KSRTC ഇവിടെ വരെ വന്നത്. ഡബിൾ ചാർജ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, വിവരക്കേട് കൂടെ കൊണ്ട് നടക്കുന്നതിന് കണ്ടക്ടർ പൈസ എടുത്തോന്ന് അറിയാനായിരുന്നു. ഇത് എന്റെ ദത്തം വരണം, എന്നാലേ തീരത്തുള്ളൂ. നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം. നീ സമാധാനപ്പെട. ദത്തോ എന്താ അമ്മേ? ദത്തോ എന്താ അമ്മേ? ദത്തോ എന്താ? ദത്താ, ഇങ്ങോട്ട് വരിക. നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാവേ. ലേശം ധൃതി ഉണ്ടേ. നമസ്കാരം ഉണ്ട്. എവിടുന്നാ വന്നേ? നമസ്കാരം വന്ന് ഇപ്പൊ എന്റെ വായിന്നാ വന്നത്. അതല്ല, നിങ്ങൾ എവിടുന്നാ വന്നേന്ന്? ഞാനങ്ങ് ആലപ്പുഴന്ന് വരുവാ. ആലപ്പുഴന്ന്. ശരി, എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കാം. ഇരിക്ക, കണ്ണടച്ച പ്രാർത്ഥിച്ചോളോ. നല്ല പ്രശ്നമാണ് കാണുന്നത്. തുറന്നോളൂ. ഇപ്പൊ നമുക്ക് ഖുശ്ബുവിന്റെ ആരാധകനാണോ? എങ്ങനെ മനസ്സിലായി? ഖുശ്ബു എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഖുശ്ബു എഴുതി വെച്ചേക്കുന്നു. ഇത് രാശിപ്പലകയാണ്. ഖുശ്ബു എന്ന് എഴുതി വെച്ചേക്കുന്നു. കേട്ടോ, ഇടവരാശി, മിഥുനരാശി, അങ്ങനെ മേടരാശി, അങ്ങനെ പലതരം രാശികളാണിത്. ഇതെന്റെ ഒരു വാശിയായത്. കൈയെടുക്കും. രാശിപ്പലക വാശി കാണിക്കുന്നു. എന്റെ സ്വഭാവം മാറിയുണ്ടല്ലോ. രാശിപ്പലക ക്ഷമ പറ.
ക്ഷമ പറ രാശിപ്പലകയ്ക്ക്. ക്ഷമ അങ്ങനെയല്ലേ പറഞ്ഞേ. ക്ഷമിക്കൂ രാശിപ്പലകയെ, ക്ഷമിക്കൂ പറ. രാശിപ്പലകെ ക്ഷമിക്കൂ, രാശിപ്പലകെ ക്ഷമിക്കൂ. ഇനി മേല ഞാൻ വെച്ച് കീച്ചു തന്നെ പറ്റുന്ന ഞാൻ നാളെ പറയാ. മൂലത്തിലൊന്ന് നോക്കാമോ? ആദ്യം രാശിപ്പലക വെച്ച് നോക്കട്ടെ, പിന്നെ അല്ല എന്റെ മൂലം നാളെ അത് വെച്ച് നോക്കാമോ? നോക്കാം. ഇത് എന്താ മേല് വരുക്കുന്നത്? സാധനമായിട്ട് കളക്കല്ലേ? സൗണ്ട് കേട്ടപ്പോ സൗണ്ട് കറക്കല്ലേ? മേല് വരുക്കുന്നുണ്ട്. നിന്നെ കൊല്ലി ഞാൻ. കറക്കല്ലേ സാധനം? നീ മേലെ രാശിപ്പലകയിൽ വാശി കാണിക്കരുത്. ആരാന്തോ എവിടെ നിന്നോ കൈ കാശ് തന്നെ. പ്രശ്നം പറയാ, കറക്റ്റായിട്ട് പറയാ. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ടുള്ള വിഷയമാണ്. ഭാര്യയായിട്ടുള്ള വിഷയമാണ്. ഭാര്യയായിട്ടുള്ള വിഷയമാണ്. എന്താണ് വിഷയം? ഒരു സ്നേഹക്കുറവും ഒരു അവക്ക് എന്നോടൊരു മമതയില്ല. എന്താ കാര്യം? എന്താ മമതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു മുട്ട പുഴുങ്ങി ഇങ്ങനെ കഴിക്കാൻ നിൽക്കുവാണെങ്കിലേ ഇവള് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കളയും. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പരിഹാരം ഉണ്ടാക്കാം. ഇത് സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് ഈ മുട്ട അതൊക്കെ പറഞ്ഞാൽ മതി. സീരിയൽ കാണുന്നില്ല, നല്ല രസമുണ്ട് കേൾക്കാൻ. ആണല്ലേ? ഇത് മാത്രമല്ല, അത് വേറെ പ്രശ്നങ്ങളും ഉണ്ട്. എന്തോ കൊണ്ടുവന്നാലും അങ്ങോട്ട് തികയുന്നില്ല. അങ്ങോട്ട് കൺട്രോൾ ഇല്ലാതെ പൈസ പോയിക്കൊണ്ടിരിക്കുന്ന കൺട്രോളിംഗ് അങ്ങോട്ട് ആവുന്നില്ല. കൺട്രോൾഡ് ആവുന്നില്ല. എന്താണ് ജോലി? എന്താണ് എന്ന് പറയാ? ജോലി ഇല്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. പിന്നെ കുലുക്കിയിടുവാണോ പൈസ? അതല്ല, ഞാൻ വല്ലപ്പോഴും ഒക്കെ ജോലി കിട്ടുമല്ലോ. ജോലി കിട്ടും വല്ലപ്പോഴും. ജോലി കിട്ടുമ്പോ ഇച്ചിരി ചില്ലറ കിട്ടും. അത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോ കൺട്രോൾ ഇല്ല, അങ്ങ് പോവാ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇവക്കാണെങ്കിൽ എന്നോട് സ്നേഹമൊന്നുമില്ല. പിന്നെ ഇവിടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സ്നേഹം, അനിയന്മാരോടും ചേട്ടന്മാരോടും ഒക്കെ സ്നേഹവും. അവർക്ക് കട്ടിൽ വിരിച്ച് കൊടുക്കുന്നു, ആരെങ്കിലും വിളിച്ച്, അത് കഴിഞ്ഞ് ലാസ്റ്റ് തന്നെ നോക്കുന്നത്. അതൊക്കെ അതായത് ഭാര്യയ്ക്ക് സ്നേഹം കൂടുതലും അവരുടെ വീട്ടുകാരോട്. അവരുടെ വീട്ടുകാരോട്. നിങ്ങൾ എവിടെയാണ് താമസം? ഭാര്യയുടെ വീട്ടില്. അവിടെ അട്ടിപ്പേര് കിടന്ന് തിന്നിട്ട് അവര് തരുന്നത് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് പരാതി. നിങ്ങൾ മാറണം. അവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരെ അടിച്ചിറക്കും. അമ്മയായിട്ട് സംസാരിച്ചോ? സംസാരിച്ചായിരുന്നു. ഭാഗ്യമുള്ള ജന്മമാണ് കേട്ടോ. ചരിത്രത്തിലുണ്ടായിരുന്നു അമ്മ. ചരിത്രത്തിൽ പല ഏടുകളിലും ഉണ്ട് അമ്മ. അമ്മ എന്താ മഷിയായിരുന്നു? ചരിത്ര ഏടുകൾ ഇല്ല, പഴയ തറവാടാ. ചരിത്ര ഏടുകളിലുള്ള എന്റെ അമ്മയെ കുറിച്ച് അറിയില്ലല്ലേ? അമ്മയെ കുറിച്ച് ഒന്നും അറിയില്ല. അമ്മ തലമുറകളായി മാറിക്കിട്ടിയ എന്റെ ഭാഗ്യമായ എന്റെ അമ്മ. ഒന്ന് തൊഴുതേക്കൂ മേ. അപ്പൊ ഞാൻ പരിഹാരം പറയാം. പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടിന്റെ 4 വശത്തുനിന്ന് മണ്ണെടുത്തോണ്ട് വരണം. വീട് ഇടിച്ചു വീഴത്തില്ലേ? JCBക്ക് തോണ്ടി മാറ്റണമെന്നല്ല പറഞ്ഞ. നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കണം. ഒതുക്കി അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം. 7 ദിവസം അമ്മ ഇത് മണ്ണ് വിളക്കിന്റെ ഫ്രണ്ടിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മ 7-ാം ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് ഈ മണ്ണ് തരും. എന്റെ ഉള്ളം കൈ പൊള്ളാനോ? അല്ല, ഇതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ യഥാസ്ഥാനത്ത് വെക്കണം. അതായത് സ്ഥാനം എന്ന് പറയുന്നത് വടക്കേപ്പുറത്ത് എന്നെ കൊണ്ട് വെക്കണം. കിഴക്ക് വശത്താണ് അമ്മയെ വെക്കേണ്ടത്. വടക്കേപ്പുറമാണ് സ്ഥാനം. അമ്മ കിഴക്ക് വശത്താണ് നമ്മളെ ഇത് സ്ഥാപിക്കേണ്ടത്. വടക്കേപ്പുറമാണ് നമ്മുടെ മൂലസ്ഥാനം. കിഴക്ക് വശത്താണ് നമ്മൾ ഈ മണ്ണ് സ്ഥാപിക്കേണ്ട സ്ഥലം. നീ കിഴക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കുഞ്ഞേ? അമ്മച്ചിക്ക് എന്തോ ഈ വടക്ക് ഭാഗത്ത് ഇത്ര വെപ്രാളം? വടക്കേപ്പുറത്താണ് അടുക്കള. അവിടെ ആണ് എപ്പോഴും പെണ്ണുങ്ങൾ പരിവാരം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിഴക്ക് ഭാഗത്താണ് മണ്ണ് വെക്കേണ്ടത്. അതല്ലേ നമ്മൾ അങ്ങനല്ലേ ചെയ്തിട്ടുള്ള ക്രിയ ചെയ്യുമ്പോ? വടക്കേപ്പുറത്ത് വെക്കണം. കിഴക്കെന്ന് പറഞ്ഞാൽ ഉദയം. വടക്കേപ്പുറത്ത് വെക്കണം എന്ന് പറഞ്ഞപ്പം തുടങ്ങിയത് വടക്കേപ്പുറത്ത് വെക്കണം. കിഴക്ക് ഭാഗത്ത് വെച്ചാ എല്ലാം കൂടെ ഞാൻ തല്ലിപ്പൊട്ടിക്കും കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ പെരിപ്പളവിൽ ഓടിപ്പോ. ഇപ്പഴും നീ എന്റെ കഴിവുകൊണ്ടാ ജീവിക്കുന്നത്. എന്റെ വെക്കൂരിത്താടാ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്റെ വാർമുടി വെച്ച് കെട്ടിട്ട് നീ എന്തോടാ ആട്ടം കളിക്കുന്നത്? എന്റെ പെൻഷൻ പൈസ ഇല്ലെങ്കിൽ ഈ തടിമാടൻ ഈ തടിയില്ല. ഇറച്ചി തിന്നു. അനാവശ്യം. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇറച്ചി എന്തോ തിന്നൂലേ? ഞാൻ തിന്നൂല. ഞാൻ മ്യൂസിയത്തിൽ പോയ കഥ പറയും. നീ അത് എന്താണ് നീ? ഞാൻ പറഞ്ഞേക്കാം. പോയ കഥ പറയും. എന്താ പറയുക? ഞാൻ പറഞ്ഞേക്കാം. അതില്ലാത്ത പോയി ഉരുക്കൂട്ടി കിടന്ന ഇറച്ചി ആരും കാണാതെ അവിടെ നിന്ന് തോട്ടയ്ക്ക് വലിച്ചെടുത്ത് അവിടെ വെച്ച് പേപ്പറിനെ ചുട്ട് തന്നേക്കുന്നു. പുലി ചമ്മി ഇങ്ങനെ കമ്പീരുടെ കൂടെ ഇങ്ങനെ നോക്കുന്നു. എടാ, നീ ജോലിക്ക് പോകാത്തോണ്ടാ ഞാൻ ഇറച്ചി കണ്ടു കൊതിക്കുന്നത്. നീ എനിക്ക് എന്തെങ്കിലും നല്ലത് മേടിച്ചു തന്നിട്ടുണ്ടോ? ഇവനോട് ജോലിക്ക് പറഞ്ഞ പോത്തില്ല. ഇവൻ കൂട്ടുകാരായിട്ട് ബീച്ച് തോറും നടന്നിട്ട് അവിടെ കിടക്കുന്ന കക്കയും കല്ലും പറക്കിക്കൊണ്ടോ ഇവൻ ഇവിടെ നിരത്തും.
ഇത് കക്കയില്ലോടാ ഇതാ. ഇത് ഇന്നലെ ചുട്ടുന്ന കക്കയില്ലോടാ ഇത്. ശ്വാസം കിട്ടുന്നില്ല നിങ്ങൾ ചാടുന്നെന്തിരുന്നെങ്കിൽ ശ്വാസം കിട്ടത്തില്ല. ഈ മോൻ എന്നെ വന്ന് വിളിച്ച അമ്മേ എന്നുള്ള വിളിയിലുണ്ടായിരുന്നു അവന്റെ സ്നേഹം. നീ എന്നെ എന്താണ് വിളിക്കുന്നത്? നീ എന്നെ എന്തോ വിളിക്കുന്നത്? എന്താ വേണ്ടേ അടങ്ങ. ഒരു ഭയങ്കര ബഹളം കാണിക്കുന്നുണ്ടോ? ബഹളമോ? ഇപ്പൊ എല്ലാ കാര്യത്തിനും പറയുന്നത് അതുകൊണ്ടാ അവിടെ കണ്ട ആ കാവ് കണ്ട ആ കാവില് ചോറ് വെച്ചില്ലെങ്കിൽ ഒരു പട്ടിണിയാണ് അറിയാം. അവിടെ പോയാണ് ആ ചോറ് കഴിക്കുന്നത്. പായസ ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു പട്ടിണിയാണ്. ഇല്ലെങ്കിൽ ഞാൻ റാപോലാവൂടെ ഇവിടെ കിടന്ന്. എന്റെ തനി റാപോലാവും. അത് ഞാൻ അവിടെ കഞ്ഞി വെക്കുന്നതാണ് ഞാനത് കുടിച്ച് ജീവിക്കുന്നത്. നീ നിലവറയിലോട്ട് വാ. എന്റെ തനി സ്വഭാവം ഞാൻ അവിടോട്ട് കാണാം. നിങ്ങൾ നീ ആദ്യം എന്റെ വികൂരി തടാ. ഫിഗർ ഔട്ട് ആയ നീ ആദ്യം എന്റെ വികൂരി തടാ. അത്രയൊന്നും ഉണ്ടാക്കല്ലേ. ആവശ്യമില്ല. ആലപ്പുഴ ഞാൻ പറയാം സംസാരിക്കാം ഞാൻ. നീ അതേലെ രണ്ട് കുരുക്കൾ ചെവിയിലോട്ട് വെക്ക്. ആ രണ്ട് കുരുക്കളെടുത്ത് നീ ആ രണ്ട് കുരുക്കളെടുത്ത് നീ ചെവിയിലോട്ട് വെക്ക്. ഇവിടെ നടക്കുന്ന ഒന്നും നീ അറിയണ്ട. നീ കണ്ടവന്റെ മുമ്പിൽ എന്നെ നീ കണ്ടവന്റെ മുമ്പിൽ നീ എന്താടാ എന്താ നീ നിന്റെ നാവറക്കെ പാട നീ അണ്ണാക്കോക്കട നീ 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 എന്താ നീ ഇവിടെ ആരും ഇല്ലേ? ആരാ ഇല്ലത്ത ശരിക്കും വാങ്ങിച്ച് കെട്ടിയില്ലേ? എന്താ ഉണ്ണിയെ അമ്മയുടെ ആവശ്യമുണ്ടോ ഉമ്രത്ത്? അമ്മച്ചി എന്തായിരുന്നു? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. അതെന്താ? എന്റെ വീട്ടിൽ ഇത്ര പ്രശ്നമില്ല. അപ്പൊ എന്റെ ദക്ഷിണ ആ ഗുണഗുണ ഇതാന്ന് ആട്ടേത്തം.